ഒരു ഇറ്റാലിയൻ ഡിഷ്. ഇതിൽ എന്താ ഇപ്പൊ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 79 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഇത് 2 നേരത്തേക്കുള്ള അളവുണ്ട്. 850 കാലറിയേ വരുന്നുള്ളൂ. എണ്ണ ഒന്നും ഒഴിക്കണ്ട. പക്ഷേ അതിലും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പാനിൽ തന്നെ നമുക്ക് ഈ എൻ്റയർ ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. മീൽ പ്രിപ്പ് ചെയ്യാൻ വേണ്ടി കുറെ പാത്രങ്ങളും കുറെ സമയവും വേണ്ടാത്തവർക്ക് വേണ്ടി ഇങ്ങനത്തെ ഉള്ള റെസിപ്പീസ് ആയിരിക്കും ഏറ്റവും അടിപൊളി. കാർബ് സോഴ്സിന് വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന സ്പെഗറ്റിയാണ്. ഏകദേശം 100 ഗ്രാമിൽ 14 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. കാണാൻ സേമിയൊക്കെ പോലെ ഉണ്ട്. പക്ഷേ ഈ സാധനം ഒരിക്കലും പൊട്ടിക്കരുത്. നമ്മുടെ പാൻ ചെറുതായതുകൊണ്ട് മാത്രമാണ് ഞാനത് നടുവേന്ന് പൊട്ടിച്ചിട്ടത്. പാക്കറ്റ് ബോയിൽ ആകാനുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് അതൊന്നും നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമ്മുടെ മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് മിൻസ്ഡ് ലീൻ ബീഫ് ആണ് എടുത്തേക്കുന്നത്. മാരിനേഷന് വേണ്ടി ഗാർലിക്, ബേസിൽ ലീവ്സ് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിടണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഓണിയൻ പൗഡറും കുറച്ച് ബ്ലാക്ക് പെപ്പറും കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നല്ലപോലെ തിരുമ്മി കൂട്ടി കുറച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടുപ്പത്തിരിക്കുന്ന സ്പെഗറ്റി ഏകദേശം വെന്ത് വരുന്നുണ്ടാവും. ആ ടൈമിൽ തന്നെ നമ്മുടെ മീറ്റ് ബോൾസും നമ്മൾ റെഡിയാക്കി എടുക്കണം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചൂടുള്ള സ്പെഗറ്റി അതേപോലെ തന്നെ മാറ്റി വെക്കല്. ഞാനാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ ആ സ്പെഗറ്റി മാറ്റി വെച്ചു. ഇനി അതേ പാനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറിടാം. ഇല്ലാന്നുണ്ടെങ്കിലും ആ ബീഫ് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിൽ നിന്നുള്ള ഫാറ്റിൽ തന്നെ അത് കുക്കായിക്കോളും. ബീഫ് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ അടച്ചു വെക്കുവാണെങ്കിൽ അത് കുക്കായിട്ട് വരും. അതേ പാനിൽ തന്നെ കുറച്ച് ഗാർലിക്, കുറച്ച് ബേസിൽ ലീവ്സ്. ഇനി നിങ്ങൾക്ക് വീണ്ടും അതേ മസാലപ്പൊടികൾ തന്നെ ചേർക്കാം. ഇതിനകത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടതുണ്ട്. നല്ലപോലെ പഴുക്കാത്ത തക്കാളിയുണ്ട്. ഞാൻ കുറച്ച് ഗ്രാമ്പും ഏലക്കയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. മിക്സിയിൽ അടിച്ചെടുത്ത് തക്കാളി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാലയും ഉപ്പും എല്ലാം ചേർക്കാം. ആ മസാലയും ആ തക്കാളിയും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ സോസ് റെഡിയായി. ഇനി നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ബീഫിന്റെ മീറ്റ് ബോൾസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നേരം അതൊന്ന് ബോയിൽ ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ച സ്പെഗറ്റി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാനിൽ തന്നെ 2 നേരത്തേക്കുള്ള നമ്മുടെ മീൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത്രത്തോളം അളവുണ്ട്, അത്രത്തോളം പ്രോട്ടീൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിന്റെ പോസ്റ്റ് വർക്കൗട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ മാറ്റിയിട്ട് സ്പെഗറ്റി ഞാൻ ChatGPT എടുത്ത് കാർബെല്ലാം അളവ് കറക്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പാനിന്റെ തൊട്ടപ്പുറത്ത് ബാക്കി എല്ലാം എന്റെ മീലും റെഡിയാക്കി അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി. ഈ മാസത്തെ നമ്മുടെ ഡോക്ടർ ചോയ്സിന്റെ സ്റ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മാസം 3rd വീക്ക് തന്നെ നമുക്കതൊരു ഗീവ് അവേ ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമന്റ് ഈ വീഡിയോയുടെ താഴെ ഇട്ടാൽ മതി. ഓഫീസിൽ ചെന്ന് ഓഫീസിലെ വർക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു. കുറെ നേരം ഓഫീസിൽ തന്നെ നിന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് എന്റെ പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 45 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ഷോൾഡറും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സർപ്സ് ക്യാപ്ഷൻസ് ഉണ്ട്. വീൽസ് ചെയ്യണം. ബൈ.